നമ്മളിപ്പോൾ എന്നുള്ളത് താരമംഗലം സെങ്കുന്താർ എന്ന് പറയുന്ന നഴ്സിംഗ് കോളേജിലാണ്. അതും സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 20 മിനിറ്റ്സ് മാത്രമാണ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളത്. ഈ ഒരു കോളേജ് നമ്മൾ ഈ ഒരു സമയത്ത് കാണിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ വളരെ അഫോർഡബിൾ ബഡ്ജറ്റിൽ, അതായത് ഓൾമോസ്റ്റ് ഒരു 10 lakhs അഫോർഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയണം തമിഴ്നാട്ടിൽ അഫോർഡബിൾ. അതെ, തമിഴ്നാട്ടിൽ വളരെ അഫോർഡബിൾ ബഡ്ജറ്റിൽ ഒരു ഓൺ ഹോസ്പിറ്റൽ, ഓൾമോസ്റ്റ് ഒരു 150 ബെഡഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള INC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജ്, അതും ഒരു 10,70,000 ബഡ്ജറ്റിൽ വരുന്ന ഒരു അടിപൊളി നഴ്സിംഗ് കോളേജ്. നമ്മൾ ആദ്യം കോളേജിന്റെ ലാബും ലൈബ്രറിയും എല്ലാ ഫെസിലിറ്റീസും കയറി കണ്ടു. ലാബും ലൈബ്രറിയൊക്കെ നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല ലാബും ലൈബ്രറിയും. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? അതെ, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. കാര്യം എന്ന് വെച്ചാൽ ലാബും ലൈബ്രറി ഒന്നും ഒരു രക്ഷയില്ല. ഒരു പക്ഷേ നമ്മൾ ഇതുവരെ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്ത കോളേജിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു ലാബ്, അതായത് ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും പുതിയ രീതിയിൽ മോഡേൺ കണ്ട് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ മിസ്സാവും. കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന അടിപൊളി കോളേജാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഇവിടുത്തെ അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള ലോങ് ബോൺസ് ആണെങ്കിലും സ്കാപ്പുലാസ് ആണെങ്കിലും റിബ്സ് ആണെങ്കിലും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡെമോ പോലത്തെ ബോൺസുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പല ലാബുകളും കണ്ടതിൽ എനിക്ക് എല്ലാ ലാബും ഇഷ്ടപ്പെട്ടു. ആകെ ഇവിടെ ഒരു നെഗറ്റീവ് തോന്നി, കുറച്ച് ഒറിജിനൽ ബോൺസ് ഇല്ല എന്നുള്ളതാണ്. അത് പക്ഷേ ഇവർക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിങ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുറേ കൂടെ മനസ്സിലാവും. ബട്ട് എന്നാലും ഈ ഒരു കാര്യം എനിക്കൊരു ഇതായിട്ട് തോന്നി. എന്നിരുന്നാലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നില്ല. ഇപ്പം നമ്മൾ ആ സൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോളജിക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോസ്കോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. ഇത് ഇവിടുത്തെ ന്യൂട്രീഷൻ ലാബാണ്. തമിഴ്നാട്ടിലെ നഴ്സിംഗ് കോളേജിൽ ഞാൻ കണ്ടിട്ടേക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ലാബ്. അത് പക്കയായിരിക്കും. നോക്കി എത്രത്തോളം യൂട്ടൻസിൽസും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതും ഓരോ ഡിഫറെൻറ്റ് സ്റ്റേഷനിലായിട്ട് കുട്ടികൾക്ക് അതൊന്ന് ചെയ്യാനായിട്ടും ആ ഒരു സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെസൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഇതാ ന്യൂട്രീഷൻ ചാർട്ടുകൾ, എന്തൊക്കെയാണ് ഹെൽത്തി ഫുഡ്സ് അൺഹെൽത്തി ഫുഡ്സ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ചാർട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ലാബിൽ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ എന്നാൽ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള നല്ലൊരു ലാബ്. ഇനിയുള്ള ലാബ്സും കാര്യങ്ങളും ഒക്കെ ഇത് തൊട്ടുമേടുള്ള ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. കോളേജിന് അടിപൊളി ക്യാമ്പസ്, വളരെ നീറ്റ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ലിഫ്റ്റും ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലാബിലാണ്. ഇതും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലാബ്. നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻസുകൾ കാണാൻ പറ്റും. സിസേഴ്സ് ആണെങ്കിലും സ്യൂച്ചറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും കാണാൻ പറ്റും. ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ നമുക്ക് ടെസ്റ്റ് ട്യൂബ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇതാ ടിഷ്യൂ ഹോൾഡിങ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഈ സൈഡിലായിട്ട് കുട്ടികൾ പോസ്റ്റിങ്സിന് പോകുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ബാഗുകളും കാര്യങ്ങളും ഒക്കെ ഇനഫ് നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ പഴയതൊന്നും അല്ല, എല്ലാം പുതിയതായിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ഈ ഒരു ലാബ് നല്ല ലാബ്. ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടതിൽ 3 ലാബും നല്ല ലാബുകളാണ്. ഇത് ഇവിടുത്തെ OBG ലാബാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൽവിക് ബോൺസുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കുന്ന എൻ്റെ ഡെമോ പീസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബേബി ബർത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള മോഡൽസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫീറ്റൽ ചെറിയ സ്കൾ മോഡൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫീറ്റസിൻ്റെ സ്കൾ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഡെമോ പീസുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളും. പിന്നെ ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ കണ്ടത് ബർത്ത് സിമുലേറ്ററാണ്. അത് ഞാൻ അസർബൈജാൻ നഴ്സിംഗ് കോളേജിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ മിക്ക കോളേജുകളിലും ഞാൻ പോയിട്ട് ഇത് കണ്ടിട്ടില്ലാന്ന്. ബട്ട് ഞാൻ ഈ ഒരു കോളേജിൽ ഫസ്റ്റ് ടൈം, തമിഴ്നാട് ഞാൻ ബാംഗ്ലൂർ കുറേ കോളേജ് ലാബ് കണ്ടിട്ടുണ്ട്, അതിൽ ഇവിടെയാണ് ഫസ്റ്റ് ടൈം ഞാൻ സിമുലേറ്റർ കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. കാരണം നമ്മൾ എബ്രോഡ് പോയപ്പോഴാണ് ആ ഒരു ഫീച്ചർ കണ്ടത്. ബട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടികൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും കുറച്ചും കൂടി ഒരു ബെറ്റർ, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ സിമുലേറ്റർ എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ ഫൗണ്ടേഷൻ ലാബാണ്. നല്ല എന്ന് വെച്ചാൽ നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ലാബ്. നമുക്കൊരിക്കലും പറയാതിരിക്കാൻ വയ്യ.
നോക്കി ഇത് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഓരോ ഫോഴ്സപ്സ് ആയാലും ഓരോ സിസേഴ്സ് എല്ലാം ഇങ്ങനെ നിരത്തി ഇവിടെ വെച്ചേക്കുന്ന കാണാം. ഓരോന്നും അതിൻ്റെ കാറ്റഗറി ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാം. ഈ സൈഡിൽ നോക്ക്, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് പ്രൊഫഷണൽ ഉള്ളവർ കാണാൻ പോകുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ഒരു ഫൗണ്ടേഷൻ ലാബിൽ കൊടുത്തേക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയും. ഒരു കുട്ടി ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഒരിക്കലും ഇതെന്ത് തേങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരില്ല. ഭയങ്കര ഫെമിലിയറൈസ്ഡ് ആവും നിങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകുമ്പോൾ. അപ്പോൾ ഈ ലാബ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ പീഡിയാട്രിക് ലാബാണ്. നമുക്ക് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു വെൽ എക്യുപ്ഡ് ലാബാണ്. പീഡിയാട്രിക് ഓക്സിജൻ മാസ്കുകൾ കാണാൻ പറ്റും, കുട്ടികളുടെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളും എടുക്കാനുള്ള വെയിങ് മെഷീൻസുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കും. നമുക്കിതാ ആംബ്യൂ ബാഗ്സ്, കുഞ്ഞുങ്ങൾക്കുള്ള ആംബ്യൂ ബാഗ്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഇവിടെ CPRൻ്റെ മാനിക്കിൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡെമോ പീസുകൾ കുട്ടികൾക്ക് എങ്ങനെ CPR കൊടുക്കാം, കുട്ടികൾക്ക് എങ്ങനെ ഇഞ്ചെക്ഷൻസ് എടുക്കാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡെമോ പീസുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓവറോൾ നല്ലൊരു പീഡിയാട്രിക് ലാബ്. ഞാൻ ഈ കോളേജ് വന്ന് കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് കോളേജുകൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഈ കോളേജിലെ എല്ലാ ലാബുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെ എനിക്കൊരു ചെറിയ അനാറ്റമി ലാബ് മാത്രം, അതും സത്യം പറഞ്ഞാൽ നല്ലതാണ്. എന്നാലും ബാക്കിയുള്ള ലാബുകളെ അപേക്ഷിച്ച് എന്നാലും മൊത്തത്തിൽ എല്ലാ ലാബുകളും നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലാബുകൾ. കുട്ടികൾക്ക് വന്നാൽ എന്താ പറയുക, അവർ നല്ല നീറ്റായിട്ട് എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും എല്ലാ എക്യുപ്മെൻറ്റ്സും കണ്ടു പഠിച്ചിട്ട് ഇവർ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ലൈബ്രറിയാണ്. ഓൾമോസ്റ്റ് ഒരു 4000 അടുപ്പിച്ച് ബുക്ക് കളക്ഷനുള്ള അടിപൊളി ലൈബ്രറിയാണ്. അതും നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈബ്രറിയാണ്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് കളക്ഷനാണ്. കാര്യം എല്ലാം പുതിയ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇവിടുത്തെ ക്ലാസ് റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, നല്ല വെന്റിലേഷനൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയുള്ള ക്ലാസ് റൂം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോർഡും ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രൊജക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ വന്ന സമയത്ത് ഓൾറെഡി കുട്ടികൾക്ക് ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോളേജ് ഫുള്ള് കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹോസ്റ്റലിലേക്കാണ്. ഹോസ്റ്റലിൽ നേരെ നമ്മൾ കോളേജിന് തൊട്ട് ബാക്കിൽ തന്നെ. സോ ഈ ഹോസ്റ്റൽ ബിൽഡിങ്ങിനെ വെളിയിൽ നിന്ന് തന്നെ കാണുമ്പോൾ അറിയാം വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണ്. അതെ, നമ്മൾ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ഇൻഫ്രാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വലിയ ഏതോ വീട്ടിന്റെ ഗേറ്റ് തുറന്ന് കയറുന്ന ഒരു ഫീല് തന്നെ ഹോസ്റ്റലിൽ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് തുണികളൊക്കെ വാഷ് ചെയ്യാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് കൊടുത്തേക്ക് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി ഹോസ്റ്റലിന്റെ അകം ഒന്ന് കയറി കണ്ടിട്ട് വരാം. ഇത് ഹോസ്റ്റലിന് തന്നെ സൈഡിലായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. കുട്ടികൾക്ക് പുറത്തും ഡൈനിങ് ഏരിയ ഉണ്ട്, ഓൾറെഡി അകത്തും ഡൈനിങ് ഏരിയ ഉണ്ട്. അത് ഡിപ്പെൻസ് അപ്പം കുട്ടികൾ വൈകുന്നേരം വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽസ് വരുന്ന ടൈമിൽ അങ്ങനെയായിട്ടാണ്. അപ്പം ഇവിടെ വാർഡൻ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ റൂംസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. ബട്ട് എല്ലാ റൂംസുകളും ഒക്കുപ്പൈഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് റൂംസും കാര്യങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല എനിക്കിവിടെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ. അതുപോലെ തന്നെ ഏരിയ ആണെങ്കിലും മെസ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കോറിഡോർസ് ആണെങ്കിലും ഒക്കെ ഹോസ്റ്റൽ ഏരിയ വരുമ്പോൾ. ഈ മതിലിന് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ കോളേജ് വരുന്നത്. അതായത് കോളേജിന്റെ ജസ്റ്റ് ബാക്കിൽ തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. ഈ ഹോസ്റ്റലിൻ്റെ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്യാമ്പസിൽ ഗേൾസ് മാത്രമാണ് ഉള്ളത്. സോ പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഒരു ഇപ്പോൾ കോമ്പൗണ്ട് വാളിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെയാണ് ഇവരുടെ ഹോസ്റ്റൽ മെസ്സും എല്ലാം വരുന്നത്. ഓസി, നമ്മൾ ഈ കോളേജ് ഫുള്ളായിട്ട് നടന്ന് കണ്ടു. എന്താണ് നിൻ്റെ ഒരു അഭിപ്രായം? എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ബഡ്ജറ്റിൽ നല്ല നീറ്റായിട്ടുള്ള വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലാബും കാര്യങ്ങളുമുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൊരു ക്യാമ്പസ്. അത് 10,70,000 രൂപയാണ് ഇവിടെ ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്നത്. കൂടാണ്ട്
എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് എൻക്വയറീസ് വരുന്ന എല്ലാവരും ചോദിക്കാറ് ഓൺ ഹോസ്പിറ്റലിൽ കിട്ടുമോ, തമിഴ്നാട് ഓൺ ഹോസ്പിറ്റലിൽ കിട്ടുമോ. ഓൺ ഹോസ്പിറ്റലിലും ഉണ്ട്, ഓൾമോസ്റ്റ് 150 ബെഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. കൂടാണ്ട് ക്ലിനിക്കൽസിന് ഇവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കൊണ്ടുപോകുന്നുണ്ട്. സോ അത്രയധികം ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും പോസ്റ്റിംഗ് കിട്ടുന്ന INC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജാണിത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പുതിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈവൻ ലിഫ്റ്റ് ഉണ്ട്, കൂടാണ്ട് ലാബ്സിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഇപ്പൊ ലാബ് എന്ന് പറഞ്ഞാൽ സിമുലേറ്റേഴ്സിന്റെ കാര്യം. അതെ, സിമുലേറ്റർ ഞാനത് എടുത്തു പറയണം, ഞാൻ അത് കാണിക്കുകയും ചെയ്തായിരുന്നു. സിമുലേറ്റർ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എബ്രോഡ് നഴ്സിംഗ് കോളേജിൽ പോയിട്ട് മാത്രമാണ് സിമുലേറ്റർ കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു 10-20 കോളേജുകൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അറിയാം, ഒരു ഒറ്റ നാട്ടിലെ നഴ്സിംഗ് കോളേജ് ഞാനിങ്ങനെ സിമുലേറ്റർ കണ്ടിട്ടില്ല, ഫെസിലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എല്ലാം ലാബിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം പുതുതാണ്. ടീച്ചേഴ്സ് എല്ലാം വളരെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ്, അതുപോലെ ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സ്. പിന്നെ രണ്ടാമത്തെ കാര്യം ക്ലാസ് റൂംസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള. പിന്നെ എടുത്തു പറയേണ്ടത് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഒന്ന് കാലെടുത്ത് വെക്കുന്നത് ഹോസ്റ്റലിലേക്കാണ്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം പല കോളേജസ് ഉള്ളിലായിരിക്കും. ഇതെന്ന് വെച്ചാൽ സേലം റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് 20 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിലും അല്ലാതെ ലീവ് ടൈമിലും ഒക്കെ നാട്ടിലോട്ട് പോകാനും വരാനും ഒക്കെ കോളേജ് ബസ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഓൾമോസ്റ്റ് ആ ഒരു ആവറേജ് ലുക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായി ഇപ്പോൾ സേലത്ത് വന്നിട്ട് കുറേ കോളേജ് നോക്കുന്നു. അപ്പം നമ്മൾ ഇതും ഒരു സെലക്റ്റീവായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോളേജായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കോളേജ് വീഡിയോ എടുത്തത്. സോ ഈ ഒരു കോളേജ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ ഒരു ബഡ്ജറ്റ് കൊണ്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് പറയാനായിട്ടുള്ളത്? നെഗറ്റീവ് പറയാനായിട്ട് പ്രത്യേകിച്ച് നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടുപിടിച്ചൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 100% പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോളേജും പറയാൻ പറ്റത്തില്ല. പിന്നെ ഫുഡും കാര്യങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഫുഡും കാര്യങ്ങളും കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആവറേജ് ഫുഡ് ആണെന്നാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ആവറേജ്, അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ കോളേജിനകത്ത് തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഗേൾസ് ഉള്ളി ക്യാമ്പസ് ആണ്. അപ്പോൾ പെൺകുട്ടികളുടെ പാരൻസിന് വളരെ ധൈര്യത്തോടെ വിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്യാമ്പസ് ആണ്. കാര്യം ഇതിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻസിപ്പൽമാരായിട്ടൊക്കെ വെൽ കണക്റ്റഡ് ആയിട്ട് പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. അടുത്ത വർഷങ്ങളിൽ ഫിസിയോതെറാപ്പി പോലത്തുള്ള കോഴ്സുകൾ വരുന്നതേ ഉള്ളൂ. സോ നഴ്സിംഗ് മാത്രമേ ഉള്ളത്, കാരണം ഓവർ ക്രൗഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസും അല്ല. പിന്നെ നിങ്ങളിലേക്ക് ഫോക്കസ് എപ്പോഴും കൂടുതലും ആയിരിക്കും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും നിങ്ങളുടെ സേഫ്റ്റി കാര്യങ്ങളാണെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയാ, വളരെ കുറച്ച് കുട്ടികൾ ഉള്ള നല്ല ഇൻഫ്ര ഉള്ള കോളേജിൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സ്റ്റാഫ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. സോ ആ ഒരു ബഡ്ജറ്റിൽ നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണിത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.